കണ്ടോ ഇതുപോലുള്ള കള്ളന്മാരുണ്ടോ ഇതിനകത്ത്? കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ഇത് ചാറ് വേണം. അതുകൊണ്ട് നമുക്ക് ചിക്കനോട് ഫ്രൈഡ് റൈസിനോട് കൂടുതൽ ചാറോടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ചോറ് റൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാളയും വറുത്തെടുക്കണം. അത് തന്നെ അടുത്ത സ്റ്റെപ്പ്. നെയ്യ് എന്താ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് വിചാരിക്കുന്നത് അല്ലേ? ഇവിടെ തണുപ്പ് കാരണമാണ് ഇങ്ങനെ ഉറഞ്ഞു പോയി. അപ്പം ഞാനത് ഉരുക്കിയെടുക്കുകയാണ്. ഇനി അത് ഉരുക്കി ചൂടായ ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഇടാം. ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ പോലും അത് കുറച്ച് മണ്ണൊക്കെ ടച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കഴുകിയെടുക്കുന്നത്. അപ്പം വെള്ളത്തിൽ നമ്മൾ നെയ്യിലോട്ട് ഇടുമ്പം സൂക്ഷിക്കണം ഗൈസ്, പൊട്ടിത്തെറിക്കും ചിലപ്പോൾ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് കഴുകിയിടാം. ഒരു സേഫ്റ്റി എന്ന് കരുതി ഞാൻ തവിക്കാത്തതോട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ദേഹത്ത് കുഴപ്പമില്ല, പിന്നെ നമുക്ക് സേഫ്റ്റിയായിട്ടിരിക്കും. നെയ്യിൽ തന്നെ നമുക്ക് ഈ സവാള ഒന്ന് വറുത്തെടുക്കാമേ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ വള്ളി പോലെയൊക്കെ വട്ടത്തിരിക്കുന്നതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് തരാം. ഓക്കെ, ഇങ്ങനെയാണ് ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന നെയ്യ് എടുത്ത് നമുക്ക് റൈസിനകത്ത് ഒഴിക്കാം. അപ്പം വേസ്റ്റ് ആക്കില്ല, നമുക്ക് വേറെ അധികം നെയ്യ് ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഇത് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് കുറച്ച് ക്രിസ്പിനെസ്സായിട്ട് തോന്നി. നമുക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അതങ്ങ് ചൂട് കൊണ്ട് അതങ്ങ് സെറ്റായിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. ബാക്കിയുള്ള സവാളയും കൂടെ വറുത്ത് നമുക്ക് കോരി മാറ്റാം. ഒഴിച്ചിടാം.